ഹലോ JEE ആസ്പിറൻസ് 2024 JEE സെഷൻ 1 ജനുവരി ലാസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. ഫൈനൽ മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ രജിസ്ട്രേഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയ സമയത്ത് നമുക്ക് അറിയാൻ പറ്റിയത് 12.3 ലാക്ക് കുട്ടികളാണ് ഈ വർഷത്തെ സെഷൻ 1 വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ 8.7 ലാക്ക് എന്നുള്ളൊരു നമ്പറിനേക്കാൾ വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് ശരിക്കും ഈ വർഷം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. JEE ആസ്പിറൻസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ JEE എന്ന് പറയുന്ന ആ ഒരു എക്സാമിനും ആ എക്സാം ഓഫർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഓപ്പർച്യൂണിറ്റീസിനും ഡിമാൻഡ് കൂടിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ എക്സാം എഴുതുന്ന രണ്ട് എക്സാമിനേഷൻസ് ആണ് JEE ആൻഡ് നീറ്റ്. അതിൽ യൂഷ്വലി നീറ്റിന് എബൌട്ട് 20 ലാക്ക് കാൻഡിഡേറ്റ്സും അതുപോലെ തന്നെ JEEക്ക് ഒരു അറൗണ്ട് ഒരു 10 ലാക്കാണ് മാക്സിമം ഉണ്ടാവാറുള്ളത്. അതിൽ നിന്ന് സെഷൻ 1 എസ്പെഷ്യലി നമുക്കൊരു 8 അല്ലെങ്കിൽ 9 ലാക്കാണ് ഉണ്ടാവാറുള്ളത്. ഈ വർഷം അതിൽ 12 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ സെഷൻ 1 തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെഷൻ 2ലേക്ക് നോക്കുകയാണെങ്കിൽ അഗെയിൻ നമ്പർ ഓഫ് കുട്ടികൾ കൂടാനേ സാധ്യതയുള്ളൂ. അപ്പോൾ ഇത് JEEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ എന്നുള്ള നിലക്ക് നിങ്ങളെ ഇത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇത് കോമ്പറ്റീഷനിൽ തന്നെയാണ്. കുട്ടികളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ കൂടും. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഡ്രീം കോളേജസിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ സ്കോർ ചെയ്യേണ്ട മാർക്കും കൂടുതൽ വേണ്ടി വരും. ആൻഡ് JEEയുടെ റിസൾട്ട് പേഴ്സൻറ്റേജിലായിട്ടാണ് നമുക്ക് പലപ്പോഴും നമ്മൾ പറയാറുള്ളത്. ആ പേഴ്സൻറ്റേജിൽ ഒരു പ്രത്യേകത, ഇപ്പോൾ 10 ലക്ഷം കുട്ടികൾ എഴുതുന്ന ഒരു എക്സാം ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ 99% സ്കോർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് 10,000 ആണ്. 10 ലക്ഷം കുട്ടികളിൽ നമ്മൾ 99% സ്കോർ ചെയ്യുകയാണെങ്കിൽ 10,000 ആണ് നമ്മുടെ റാങ്ക്. പക്ഷേ ഈ വർഷം, ഇപ്പോൾ കഴിഞ്ഞ വർഷം 8.3 ലാക്ക് കുട്ടികൾ എഴുതിയ ഈ ഒരു എക്സാമിൽ 99% കിട്ടാൻ നിങ്ങൾ എത്ര സ്കോർ ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ 99% കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു റിസൾട്ട് ഈ വർഷത്തേക്ക് വരുന്ന സമയത്ത് സെയിം റിസൾട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം നിങ്ങൾ 99% നിങ്ങൾ NIT കാലിക്കറ്റിൽ അഡ്മിഷൻ നേടാം എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ വർഷത്തേക്ക് വരുമ്പോൾ 99% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ റാങ്ക് എബവ് 10,000-ലെത്തും. മേ ബി 12,000 അല്ലെങ്കിൽ 13,000 ആയിരിക്കും നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന കോളേജും എന്ത് ചെയ്യും, ഡിഫറൻ്റ് ആയിരിക്കും. സോ ഈ വർഷം JEEക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നും കൂടെ സ്ട്രോങ് ആക്കേണ്ട സമയമായിട്ടുണ്ട്. ഒരു ഡൗട്ടും ഇല്ല. കാരണം കഴിഞ്ഞ വർഷത്തേക്കാൾ കോമ്പറ്റീഷൻ ഈ വർഷം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഒഫീഷ്യലി നമ്മൾ അറിഞ്ഞിരിക്കുകയാണ്. സോ ഇനിയുള്ള 6 വീക്സ് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക. +1 +2 ടോപ്പിക്സ് ഒക്കെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് എക്സാമുകളും മോക്ക് ടെസ്റ്റുകളും മാക്സിമം ചെയ്തുകൊണ്ടേയിരിക്കാം. ഓക്കെ. ആൻഡ് ഫൈനലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ നെക്സ്റ്റ് ഇയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടാർഗറ്റ് JEE 2026 ബാച്ച് ഓൾറെഡി അതിൻ്റെ അനൗൺസ്മെൻറ്റ്സ് ഒക്കെ ചെയ്തതാണ്. നിങ്ങളുടെ സിബ്ലിങ്സോ അല്ലെങ്കിൽ ഫാമിലിയിലോ ഫ്രണ്ട് സർക്കിൾസോ ഒക്കെ ഇപ്പോൾ 10th പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ബാച്ചിലേക്കുള്ള സെലക്ഷൻ കം സ്കോളർഷിപ്പ് ടെസ്റ്റ് XIQ എന്ന പേരിൽ നടക്കുന്ന എക്സാം ഡിസംബർ 30 കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. സോ 10th പഠിക്കുന്ന നിങ്ങളുടെ പരിചയത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഈ XIQ എക്സാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഉണ്ടായിരിക്കും. ആൻഡ് ഫൈനലി JEE ആസ്പിറൻസിന് വേണ്ടിയിട്ട് 2024 JEE എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ്സ് ഈ ഒരു ചാനലിൽ തന്നെ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. സോ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യുന്ന പല ക്ലാസ്സുകളും എക്സാമുകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, XNY ലേണിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ഫുള്ളി ഫ്രീ ആയിട്ട് വരാൻ പോവുകയാണ്.